ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിലൂടെ നന്ദി പറയുന്നത് എൻ്റെ മാനസിക സൗഖ്യത്തിനാണ്. എൻ്റെ മാനസിക സൗഖ്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. ജീവിതത്തിൽ ഒരാളും നമ്മളെ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിച്ചു നിർത്താൻ കൂടെയുണ്ടാവില്ല. അച്ഛനും അമ്മയും എപ്പോഴും കൂടെയുണ്ടാവില്ല. കുടുംബാംഗങ്ങൾ എല്ലായ്പ്പോഴും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ അകന്നു നിൽക്കും. പക്ഷെ ഒരു സത്യം മാറില്ല, എൻ്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞാൻ മാത്രമാണ്. എൻ്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞാൻ മാത്രമാണ്. ഈ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ വളരെ വലുതാണ്. കാരണം പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് പുറത്തുള്ള പ്രശ്നങ്ങളോടൊപ്പമല്ല, നമ്മുടെ ഉള്ളിൽ തകരാൻ തുടങ്ങുന്ന മനസ്സോടുകൂടിയാണ്. മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ, നമ്മൾ നേരിട്ട അവഗണനകൾ, കിട്ടാത്ത സ്നേഹം, തകർന്നു പോയ പ്രതീക്ഷകൾ, നിറവേറ്റാൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ, ഇവയൊക്കെ ചേർന്ന് മനസ്സിലൊരു ഭാരം സൃഷ്ടിക്കും. ആ ഭാരം നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് പതിയെ നമ്മുടെ ഉള്ളിലെ സമാധാനം കാർന്നു തിന്നാൻ തുടങ്ങും. ഒരു കാര്യം ഞാൻ ആഴത്തിൽ വളരെയേറെ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സ് തകരുന്നത് ഒരു ചെറിയ സംഭവം പോലെ തോന്നാം, പക്ഷെ അതിൻ്റെ ആഘാതം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ശക്തമായി പടരും. മെല്ലെ മെല്ലെ മനസ്സ് ശാന്തമല്ലെങ്കിൽ ചിന്ത ശാന്തമാകില്ല. ചിന്ത ശാന്തമല്ലെങ്കിൽ തീരുമാനങ്ങൾ ശരിയാവില്ല. തീരുമാനങ്ങൾ തെറ്റിയാൽ നമ്മുടെ ജീവിത പദ്ധതിയും മുഴുവനും തെറ്റും. നമ്മുടെ യാത്ര വഴിമാറിപ്പോകും, ലക്ഷ്യമില്ലാതാകും. അതിനുശേഷം ഒരാൾ മാത്രമല്ല അതിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക. ഒരു കുടുംബമായിരിക്കും, ബന്ധങ്ങളെ ബാധിക്കും, കുട്ടികളെ ബാധിക്കും, സമൂഹത്തിൽ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാനസിക സൗഖ്യം വെറുമൊരു ആഡംബരമല്ല, അത് ജീവിക്കാൻ വേണ്ട അടിസ്ഥാനമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ, ഉറങ്ങുന്നത് പോലെ ദിവസവും മനസ്സിനെ ശ്രദ്ധിക്കാനും ഓരോ വ്യക്തിക്കും സാധിക്കണം. നമ്മുടെ മക്കളെ അത് പരിശീലിപ്പിക്കുകയും വേണം. കാരണം മനസ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ ജീവിച്ചു പോകുന്നത് വേരിൽ വെള്ളം കൊടുക്കാതെ വൃക്ഷം നിലനിൽക്കുമെന്ന് കരുതുന്നത് പോലെയാണ്. പുറത്ത് പച്ചയായി തോന്നുമെങ്കിലും ഉള്ളിൽ അതിന് ശക്തിയില്ലാതാകും. ജീവിതത്തിൽ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. അതൊഴിവാക്കാൻ എല്ലായ്പ്പോഴും സാധിക്കണമെന്നില്ല. വേദന വരാം, കരച്ചിൽ വരാം, നിരാശ വരാം. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നാതെയിരിക്കും. ചില അനുഭവങ്ങൾ നമ്മളെ തകർക്കാൻ പോലും ശ്രമിക്കും. പക്ഷേ അവിടെ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇത് തന്നെയാണ്. വേദന വരാം, പക്ഷേ ഞാൻ എന്നെ കൈവിടരുത്. സമ്മർദ്ദം വരാം, പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് തകരാൻ അനുവദിക്കരുത്. ജീവിതം എളുപ്പമാവണമെന്നില്ല, പക്ഷെ അതിനെ സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ ഞാൻ എന്നെ പരിശീലിപ്പിക്കണം. മറ്റൊരു വ്യക്തിയും അത് പരിശീലിപ്പിക്കാൻ എൻ്റെ മുന്നിൽ ഉണ്ടാവില്ല. അതിനായി വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓരോ ദിവസവും ഓരോ ചെറിയ പ്രാക്ടീസുകൾ മാത്രം മതി. പ്രതികരിക്കുന്നതിന് മുൻപൊന്ന് നിൽക്കുക, ആഴത്തിൽ ശ്വാസമെടുക്കുക. എന്താണ് എന്നെ ഇപ്പോൾ അസ്വസ്ഥമാക്കുന്നതെന്ന് സ്വന്തം മനസ്സിനോട് സ്വയം ചോദിക്കുക. ഇത്രയും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വേറൊന്നില്ല തന്നെ. ഒരു വിഷയം മനസ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എഴുതി വയ്ക്കുക. എനിക്ക് ഇന്നിവിടെ ഏത് വാക്ക് വേണം? ആശ്വാസം വേണോ? ക്ഷമ വേണോ? ധൈര്യം വേണോ? സ്നേഹം വേണോ? സ്വയം ചോദിക്കുക. ഉത്തരം ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. ഇവ ചെറിയ കാര്യങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ജീവിതം മുഴുവൻ പിടിച്ചു നിർത്തുന്നത് പലപ്പോഴും ഇത്തരം ചെറിയ ചെറിയ പരിശീലനങ്ങളാണ്. ഇന്ന് ലോകം നമ്മളെ വിജയിക്കാൻ പഠിപ്പിക്കുന്നു, പക്ഷേ തകരാതെ നിൽക്കാൻ എത്ര പേർ പഠിപ്പിക്കുന്നു? ലക്ഷ്യം വെക്കാൻ നമ്മൾ പഠിക്കുന്നു, പണം സമ്പാദിക്കാൻ പഠിക്കുന്നു, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ പഠിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ടാൽ ഇതെല്ലാം കൊണ്ട് എന്ത് പ്രയോജനം? വിജയം പുറത്തു കിട്ടാം, പക്ഷേ സമാധാനം നിർമ്മിക്കപ്പെടേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ. ആ ജോലി നമുക്ക് വേണ്ടി ആരും പൂർണ്ണമായും ചെയ്യാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. കാരണം ഓരോ വ്യക്തിയുടെയും ഉള്ളറിയാൻ ആ വ്യക്തിക്കല്ലാതെ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ. അതിനാൽ ഓരോ വ്യക്തിയും ഈ ഉത്തരവാദിത്തം സ്വന്തമാക്കണം.
എൻ്റെ മനസ്സ് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ വൈകാരിക സ്ഥിരത എൻ്റെ ഉത്തരവാദിത്തമാണ്. സമാധാനത്തോടെ ജീവിക്കാൻ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ എന്നോട് കാണിക്കുന്ന നീതിയാണ്. ഇത് സ്വാർത്ഥതയല്ല. സെൽഫ് ലവ് സ്വാർത്ഥതയേ അല്ല, ഇത് ജീവിത ബുദ്ധിയാണ്. കാരണം ഞാൻ ശാന്തനായാൽ എൻ്റെ വാക്കുകൾ ശാന്തമാകും. എൻ്റെ വാക്കുകൾ ശാന്തമായാൽ എൻ്റെ ബന്ധങ്ങൾ മെച്ചപ്പെടും. എൻ്റെ ബന്ധങ്ങൾ മെച്ചപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ സമാധാനം വളരും. ഒരു കുടുംബത്തിലെ സമാധാനം എന്നത് സമൂഹത്തിൻ്റെ ആരോഗ്യമാണ്. ഒരു വ്യക്തിക്ക് കൃത്യമായി കാര്യങ്ങൾ സംയമനത്തോടെ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ വ്യക്തി നിൽക്കുന്ന ഇടത്തെ അത് ബാധിക്കും. അത് ജോലിസ്ഥലത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ സമാധാനം എന്നത് സമൂഹത്തിന്റെ ആരോഗ്യമാണ്. അതിനാൽ ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല, നിന്നെ ഞാൻ അവഗണിക്കില്ല, നിന്നെ തകരാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ പഠിക്കും. നിന്നെ ശാന്തമാക്കാൻ ഞാൻ സമയം കണ്ടെത്തും. നിന്നെ സ്നേഹിക്കാൻ ഞാൻ ദിവസവും പ്രാക്ടീസ് ചെയ്യും. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് നമുക്ക് 2 നന്ദികൾ പറയാം. എൻ്റെ മാനസിക സൗഖ്യത്തിന് നന്ദി, എൻ്റെ വൈകാരിക സ്ഥിരതയ്ക്ക് നന്ദി. ഇത് വെറും വാക്കുകളല്ല, ഒരു തീരുമാനമാണ്. ഇനി മുതൽ ജീവിതം എന്ത് തന്നാലും ഞാൻ എൻ്റെ മനസ്സിനെ കാത്തു സൂക്ഷിച്ച് ജീവിക്കും. ഇതൊരു തീരുമാനമാണ്. നിങ്ങൾക്കും ഇത് അത്യാവശ്യമാണെന്ന് തോന്നുന്നില്ലേ? സ്വന്തം മനസ്സ് സ്വന്തം ഉത്തരവാദിത്തമാണ്. ചേർത്ത് പിടിക്കുക, സ്വയം ചേർത്ത് പിടിക്കുക. അവനവൻ്റെ ലോവർ സെൽഫ് അവനവൻ്റെ ഹയർ സെൽഫിനെ ചേർത്ത് പിടിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു പ്രാക്ടീസാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും കൊടുക്കേണ്ടത്. ഒരിക്കലും അവർ തകരില്ല. അവർക്ക് അവരുടെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ കാലമുള്ളിടത്തോളം നാൾ കൊണ്ടുപോകാൻ സാധിക്കും. ഒപ്പം അടുത്ത തലമുറയ്ക്കും പങ്കിടാൻ സാധിക്കും. നമ്മൾ സൃഷ്ടിക്കേണ്ടത് തലമുറകളെയാണ്, തലമുറകളുടെ മാനസിക സ്ഥിരതയെയാണ്, വൈകാരിക അടിത്തറയാണ്. അതാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ അടിത്തറ. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. ഇറ്റ്സ് മീ സുധാചന്ദ്രൻ.